ഹലോ, അപ്പോൾ ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് വീഡിയോയിൽ കൂടെ കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടിപൊളി പ്ലേസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇതൊരു ബാംഗ്ലൂർ ട്രിപ്പിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. അപ്പോൾ എല്ലാവരും ഇത് കാണാം കേട്ടോ. ഞാൻ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഇന്ത്യയിലെ അതിമനോഹരമായ നിയമസഭാ മന്ദിരങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇത് കർണാടകയുടെ നിയമസഭാ മന്ദിരമാണ്. ഇതിന് വിധാൻ സൗധ എന്നാണ് കേട്ടോ പേര്. പിന്നെ ബാംഗ്ലൂരിൽ വരുന്ന ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് ഫോട്ടോഗ്രാഫർമാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സ്ഥലമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള നിയമസഭാ മന്ദിരം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ബാംഗ്ലൂരിലെ വിധാൻ സൗധ കർണാടക സംസ്ഥാന നിയമസഭയുടെ ആസ്ഥാനവും വാസ്തുവിദ്യാ വിസ്മയവുമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിമനോഹരമായിട്ടാണ് ആ കെട്ടിടം ഉള്ളത്. നമുക്ക് പുറത്ത് നിന്ന് തന്നെ കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ വ്യൂ വന്നിട്ട് വലിയ വിസ്തൃതിയിലുള്ള ഒരു മന്ദിരമാണ്. ഇത് 1956 പൂർത്തിയായത്. ഈ 1956 പൂർത്തിയായ ഈ മനോഹരമായ കെട്ടിടം ദ്രാവിഡ ശൈലിയിലും ആധുനിക ശൈലിയിലും നിർമ്മിച്ചതാണ്. നഗരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്ന ഇത് വൈകുന്നേരങ്ങളിൽ പ്രകാശിതപൂരിതമാകുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. പിന്നെ കൂടാതെ ഇവിടെ ഫോട്ടോഗ്രാഫർമാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സ്ഥലം കൂടെയാണ് കേട്ടോ ഇത്. ഇവിടെ ഉള്ളിലെ സന്ദർശകർക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വീക്ഷിച്ചാണ് കേട്ടോ. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് വന്നിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് പുറത്തു നിന്നും കൊണ്ട് വീക്ഷിച്ച് ഫോട്ടോഗ്രാഫി എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സന്ദർശനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം നമുക്ക് പുറത്തുനിന്നിങ്ങനെ അതിൻ്റെ മുന്നിൽ പുറത്ത് നിന്നിട്ട് കാണാം. എന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അടിപൊളി സൂപ്പറാണ് കേട്ടോ. നല്ല ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി പ്ലേസാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് പേര് നടന്നു പോകുന്നതുണ്ടോ. പിന്നെ കൂടാതെ ഈ ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ വന്നിട്ട് മുകളിലിരുന്നു കൊണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള കെട്ടിടം അതിൻ്റെ തന്നെയാണ്, അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. ഇനി ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടല്ല കാണുന്നത്, പക്ഷേ മോനും ഹസ്ബൻഡൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ഒരു ട്രിപ്പ് പോയതായിരുന്നു 2 ദിവസത്തെ. അങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ആൻറ്റിയും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ടൂറിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ള് സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് സ്ട്രീറ്റ് സാധനങ്ങളൊക്കെയാണ്, വഴിയോര കച്ചവടമാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവർക്കൊക്കെ ഇതൊന്ന് കാണാൻ പറ്റിയല്ലോ അല്ലേ. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്ത് തന്നെ ആയിട്ടൊരു ഹൈക്കോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു വാച്ചിങ് ഓൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ വരുന്നതാണ്. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.